ശക്തമായ വേനൽ മഴയിലും കാറ്റിലും ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. ശാന്തൻപാറ, പൂപ്പാറ പ്രദേശത്തെ നിരവധി തൊഴിലാളി കുടുംബങ്ങളുടെ വീടുകൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. HML കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയൺസ് ക്വാർട്ടേഴ്സുകളുടെ മേൽക്കൂരകൾ കാറ്റിൽ തകർന്നു വീണു. ശക്തമായ കാറ്റിനൊപ്പം പെയ്ത മഴ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കി. ഇതോടെ വീട്ടുപകരണങ്ങളും സാധനങ്ങളും വ്യാപകമായി നശിച്ചു. പല കുടുംബങ്ങളും സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ. ഷീറ്റ് പാളികൾ പറന്നുപോയതോടെ മഴവെള്ളം വീടുകൾക്കുള്ളിലേക്ക് കയറി. നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ നശിച്ചു. പലരും മറ്റിടങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യം നേരിടുകയാണ്. 9 മണിക്കെല്ലാം ഭയങ്കരമാണ് മഴയും കാറ്റും ഭയങ്കര കാറ്റ്. ഓടെല്ലാം കംപ്ലീറ്റ് പിഞ്ചു തെരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുனால TV, வாஷிங் மிஷின் எல்லாமே போயிடுச்சு. பயங்கர சேதம். அது சர்க்கார் எதனாலும் ஒரு உதவி, TV, வாஷிங் மிஷின் எல்லாமே போச்சு. പന്നിയാർ എസ്റ്റേറ്റിലെ പൂപ്പാറ ഡിവിഷനിലെ ലയൺസ് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത്. ഏകദേശം 120ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ 500ഓളം ആളുകളാണ് താമസിക്കുന്നത്. 62 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ് ഇവർ കഴിയുന്നത്. ഇതിനകം തന്നെ വിള്ളലുകൾ വീണ് അപകടാവസ്ഥയിലായിരുന്ന കെട്ടിടങ്ങൾ ശക്തമായ കാറ്റിലും മഴയിലും കൂടുതൽ തകരാറിലായി. ചെറിയ മഴ പെയ്താലും വീട്ടിനകത്ത് വെള്ളം ചോരുന്ന ഒരു അവസ്ഥ. അതുപോലെ നിങ്ങൾ കണ്ടു കാണും, ഇവിടെ മൊത്തം ഈ ലൈൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് മുതൽക്കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്താലും കമ്പനി ഇത് നല്ല രീതിക്ക് കൊണ്ടുപോകാനോ ഒരു ശ്രമവും എടുക്കുന്നില്ല. തൊഴിലാളികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയം തന്നെയാണ്. ഈ 62 വർഷക്കാലമായിട്ട് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇതേ ക്വാർട്ടേഴ്സിനകത്ത് ഒരു 2 പേർക്ക് പോലും താമസിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്താണ് അവരും അവരുടെ കുട്ടികളും അവർ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺമക്കൾ അടക്കമുള്ളവർ താമസിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റും അതുപോലെ തന്നെ കമ്പനിയും ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇടിഞ്ഞു വീഴാറായ ഈ കെട്ടിടങ്ങളിലെ ഇടുങ്ങിയ മുറികളിലാണ് 4ഉം 5ഉം പേരടങ്ങുന്ന കുടുംബങ്ങൾ കഴിയുന്നത്. മഴയും കാറ്റും കാരണം ഈ ദുരവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവരാണ് കൂടുതലായും ദുരിതമനുഭവിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ബാധിത കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ഉയരുന്നു. സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും പഴകിയ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികളും രംഗത്തെത്തി. ഇടുക്കിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളോടെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തൊഴിലാളി കോളനികളുടെ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും ഉയർന്നു വരികയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.